ഊരാള സമിതിയിൽ നിന്നും ക്ഷേത്രവക വസ്തുക്കൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് കാരാളന്മാർ. കാരാളന്മാരുടെ അവകാശങ്ങൾക്ക് കാരാൺമാവകാശം എന്നാണ് പറയുക. ഇത്തരത്തിൽ കാരാൺമാവകാശമുള്ള ക്ഷേത്രം ജീവനക്കാർ ഇന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. ഇത്തരത്തിൽ കൃഷി ചെയ്ത് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ക്ഷേത്രത്തിലേക്ക് മേലോടിയായിട്ട് അടയ്ക്കണം. ഇതിന് വീഴ്ച വരുത്തുന്നവർക്ക് ശിക്ഷയുമുണ്ട്. ഇത്തരത്തിൽ വീഴ്ച വരുത്തുന്നവരുടെ കാരാൺമാവകാശം തിരിച്ചെടുത്ത് വസ്തുക്കൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെടുക്കാൻ ഊരാള സമിതിക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. ക്ഷേത്ര സംബന്ധമായ മറ്റൊരു അധികാര കേന്ദ്രമാണ് കോവിലധികാരി. ഈ കോവിൽ അധികാരിയായാണ് കോവിലധികാരി എന്നറിയപ്പെടുന്നത്. ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സകലവിധ കാര്യങ്ങളുടെയും പരമാധികാരിയാണ് കോവിലധികാരികൾ. സാധാരണയായിട്ട് യുവരാജാക്കന്മാരാണ് ഇത്തരമൊരു പദവിയിലിരിക്കുക. നാടുവാഴിയേക്കാളും മന്ത്രിമാരേക്കാളും ഉയർന്ന പദവി കോവിലധികാരിക്കുണ്ട്. തെറ്റ് ചെയ്യുന്ന ഊരാള സമിതിയിലെ അംഗങ്ങൾക്ക് 100 കഴഞ്ചം സ്വർണവും, കോവിലധികാരിക്ക് 50 കഴഞ്ചം സ്വർണവും, നാടുവാഴിക്ക് 25 കഴം സ്വർണവുമാണ് പിഴ കൊടുക്കുക. ഇത്തരമൊരു പിഴയൊടുക്കൽ നിന്ന് തന്നെ പദവിയുടെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് വ്യക്തമാകും.